ഹായ് ഹലോ ഇറ്റ്സ് മീ ആശ്രിത ശ്രീജിത്ത്. ജനുവരി 30 ഇറങ്ങിയ പൊന്മാൻ മൂവിയെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഒരു സാധാ ഒരു ഒരാളുടെ മൈൻഡിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് മാത്രമാണ് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. എനിക്ക് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾ നോക്കിയിട്ട് ഒരു സ്റ്റോറി പറയാനോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ ഒന്നും എനിക്കറിയില്ല. ഒരു സാധാ മനുഷ്യൻ ഒരു തിയേറ്ററിൽ പോയാൽ എന്താണ് ഫീൽ ചെയ്യുന്നത്, ആ ഒരു കാഴ്ചപ്പാടാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജ്യോതിഷ് ശങ്കറാണ്. വിനായക അജിത്ത് പ്രൊഡ്യൂസ് ചെയ്തത്. ഇതിനകത്തെ മെയിൻ കോംബോ എന്ന് പറയുന്നത് ബേസിൽ ജോസഫ്, സജിൻ ഗോപാണ്. സജിൻ ഗോപിനെ നമുക്കറിയാം, നമ്മുടെ ആവേശം ഫിലിമിലെ അമ്പാൻ എന്ന ക്യാരക്ടർ. ആ അമ്പാൻ എന്ന ക്യാരക്ടറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് പൊന്മാനിലൂടെ നമുക്ക് സജിൻ ഗോപുവിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആള് നല്ല ഭംഗിയായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് കോമഡി മാത്രമല്ല, സീരിയസ് ക്യാരക്ടറും നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഇതിൻ്റെ അകത്തെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ലിജിമോൾ ജോസഫ്, ദീപക് ആണ്. പിന്നെ അതുകൂടാണ്ട് ആനന്ദ് മന്മഥൻ. ഒരു കാര്യം തന്നെ ഫസ്റ്റ് പറയട്ടെ, ആനന്ദ് മന്മഥനെ കുറിച്ച് പറയാതിരിക്കാൻ പോകാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഈ സ്റ്റോറിയുടെ ഒരു പോർഷൻ്റെ ഫസ്റ്റ് പാർട്ട് മുതൽ ലാസ്റ്റ് എൻഡിങ് വരെ ആൾ നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആനന്ദ് മന്മഥൻ നേരത്തെ ജയ ഹോ സിനിമയ്ക്കകത്ത് അടുത്ത ആക്ട്രസിൻ്റെ ഒരു ബ്രദറായിട്ട് അഭിനയിച്ചതാണ്. അതിനകത്തൊരു ചെറിയ കട്ടിങ്സ് പോർഷൻസിലൊക്കെ ആളുള്ളൂ. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് ഓവറോൾ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ആനന്ദ് മന്മഥൻ്റെ ഒരു ആക്ടിങ് നമുക്ക് കാണാം. നല്ല രീതിയിൽ സൈഡ് പോർഷൻ ഹാൻഡിൽ ചെയ്ത് ആൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആളിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനിയും സ്റ്റോറിയിലോട്ട് വന്നാൽ ഇത് ഈ സ്റ്റോറി ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊല്ലംകാരെ ഒരിതാണ്. പിന്നെ അത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ജസ്റ്റിൻ വർഗീസാണ്. പിന്നെ അത് ഫസ്റ്റ് ഇതിൻ്റെ മ്യൂസിക് തന്നെ കൊല്ലംകാരെ വെച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കാണ് പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ നമുക്ക്. പിന്നെ ഇതിനകത്ത് മെയിൻ കൊല്ലം സൈഡിൽ നടക്കുന്ന ഒരു മാരേജ് എങ്ങനെയാണ്, അതിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് ഉള്ളതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് നമുക്ക് വരച്ച് എഴുതി നമുക്ക് നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ മൂവി കണ്ടതിൽ നിന്ന് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ന്യൂസിലും അങ്ങനെയുള്ള മിക്ക കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് കൊല്ലം സ്റ്റൈലുള്ളൊരു ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൂടാണ്ട് ഒരു മാരേജിന് ഒരു ഗോൾഡ് പർച്ചേസിങ് നടത്തുന്ന ഒരു സ്റ്റൈല് അത് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ സിൻസിയറായിട്ട് പറയാമല്ലോ, ഞാൻ ഈ ഫിലിമിലാണ് ഫസ്റ്റ് ഫിലിം കണ്ടതിന് ശേഷമാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇങ്ങനെ ഒരു സ്റ്റൈല് അല്ല ഇങ്ങനെ ഒരു ചടങ്ങ് അല്ല ഇങ്ങനെ ഒരു സ്റ്റൈലിലൂടെയും പർച്ചേസ് ചെയ്യുന്നുണ്ടോ ഗോൾഡ് കല്യാണത്തിന്. അതൊക്കെ എനിക്ക് ഫിലിം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അപ്പം അത് നല്ല രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ടൈറ്റിൽ ഫിലിമിൻ്റെ പേര് പൊന്മാൻ എന്ന് പറയുന്നത് കറക്റ്റ് മാച്ചാണ് ഈ ഫിലിമിന് ഈ പേരെന്ന് പറയുന്നത്. കാരണം ഈ പേരിനെ ടച്ച് ചെയ്ത് തന്നെയാണ് ഇതിനകത്ത് ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ വന്നത്. എങ്ങനെ ഇത്ര എന്താ പറയുന്ന ആപ്റ്റായിട്ട് ഇങ്ങനൊരു നെയിം കിട്ടിയെന്ന് തന്നെയാണ് എനിക്കൊരു അത്ഭുതം. കാരണം കറക്റ്റ് ആ ഫിലിമിൻ്റെ നെയിം എന്താണോ അതേ സെയിം ക്യാരക്ടറാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിൽ ജോസഫ് എന്താ പറയുന്ന ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് ബേസിൽ ജോസഫിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. നമ്മുടെ ക്യാഷിന് വെർത്തായിട്ട് തന്നെയുള്ള മൂവിയാണ്. ആർക്കും അങ്ങനെ വലിയ ഡിസപ്പോയിൻറ്റ് ഇതിലൂടെ വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്റർ വാച്ച് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.